വിഴിഞ്ഞമടുത്ത് ഒരു കൊച്ചു പള്ളിയിലാണ് പുരോഹിതനായി എൻ്റെ ശുശ്രൂഷ ഞാൻ ആദ്യം ആരംഭിക്കുക വികാരിയായി. നോമ്പുകാലം തുടങ്ങുമ്പോൾ പാവപ്പെട്ട മനുഷ്യരൊത്തിരിയുള്ള ഒരിടവകയിൽ ഞാനിങ്ങനെ പറഞ്ഞു, നോമ്പ് എന്ന് പറയുന്നത് മാംസം വേണ്ടെന്ന് വയ്ക്കലോ മത്സ്യം വേണ്ടെന്ന് വയ്ക്കലോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിലതൊക്കെ കുറേ ദിവസത്തേക്ക് ഒന്ന് മാറ്റുകയാണ്. അവനോട് ചേർന്നിരിക്കാൻ വേണ്ടി ചിലതിനോടൊക്കെ നമ്മൾ നോ പറയല. എന്നിട്ട് ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ പങ്കുവെച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ചെയ്യുന്നത് ഈ 50 ദിവസം ടി വിയുടെ റിമോട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രമേ കയ്യിലെടുക്കുകയുള്ളൂ. ടി വി കാണില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാണ്, അറിയാതെ ആരെങ്കിലുമൊക്കെ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കണ്ടുപോകും. പക്ഷേ അവനായി ചാനൽ മാറ്റില്ല, അവനായി ടി വി ഓൺ ചെയ്യത്തില്ല. ടി വി എപ്പോഴെങ്കിലും ഓണായി ഇരുന്നാൽ അവൻ റിമോട്ട് എടുത്ത് അവനത് ഓഫ് ചെയ്യും, അവൻ മാത്രമേ ഉള്ളെങ്കിൽ. വേറൊരാൾ നോമ്പ് നോക്കുന്നത് നോമ്പ് കാലത്ത് എപ്പോഴും എക്സ്ട്രാ ഉപ്പ് വേണ്ട ആൾ ഉപ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. മറ്റൊരാൾ പഞ്ചസാര വേണ്ട എന്ന് വെച്ചിട്ടാണ്. വേറൊരാൾ ചോക്ലേറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതൊക്കെ പറഞ്ഞു നോമ്പുകാലം ആരംഭിച്ചു. നോമ്പിന് ശേഷം പെന്തക്കോസ്തയുടെ ടൈമിലാണ് നമ്മൾ സാധാരണ വീടുകൾ വെഞ്ചരിക്കാൻ വേണ്ടി ഭവനങ്ങളിലേക്ക് പോവുക. വീട് വെഞ്ചരിപ്പിന് വേണ്ടി ഒരു വീട്ടിൽ ചെന്നപ്പോൾ സുരേഷ് എന്ന് പറയുന്ന ഗൃഹനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ ക്രിസ്റ്റോ ഒരു കടുങ്കൈ ചെയ്തു. 6 വയസ്സേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എന്തോ കുസൃതിയാണെന്ന് കരുതി ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, അച്ഛാ, അച്ഛനെന്ന് പറയുന്ന കേട്ടിട്ട് അവന് 2 കാര്യങ്ങളായിരുന്നു ഏറ്റവും ഇഷ്ടം. ഒന്ന്, ആ വീട്ടിൻ്റെ അകത്തൂടെ ഓടുന്ന ഒരു മുച്ചാടൻ സൈക്കിൾ. സ്കൂളിൽ നിന്ന് വന്നാൽ 1ാം ക്ലാസ്സുകാരൻ ഹോംവർക്ക് ചെയ്യുന്നത് അതിലിരുന്ന, ഭക്ഷണം കഴിക്കുന്ന അതിലിരുന്നാണ്. വീടിനുള്ളിൽ ഇങ്ങനെ ചവിട്ടി നടക്കും. 50 ദിവസത്തേക്ക് അവൻ ആ സൈക്കിളിൽ തൊട്ടിട്ടില്ല. 2, അവന് മുട്ടായിയാണ് ഏറ്റവും ഇഷ്ടം. എത്ര കൊടുത്താലും കഴിക്കും. ഈ 50 ദിവസം അവൻ മുട്ടായിയിൽ തൊട്ടിട്ടില്ല. എന്നിട്ട് സുരേഷ് കണ്ണ് നിറഞ്ഞിട്ട് എന്നോട് പറയാ, അച്ഛൻ, ഞാനൊരു മേസ്തിരിയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ നോക്കുന്നു എൻ്റെ വീടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നെക്കൊണ്ടത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവൻ്റെ നോമ്പ് കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് എൻ്റെ ജോലി കംപ്ലീറ്റായി. ഇവൻ്റെ അമ്മയ്ക്ക് 39 വയസ്സായി. ഇനിയൊരു സർക്കാർ ജോലി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നമ്മുടെ കോർപ്പറേറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഷീജയ്ക്ക് ജോലിയാണ് എന്ന് പറഞ്ഞ്. ഈ അപ്പൻ്റെ കണ്ണ് നിറയുമ്പോൾ അതിലേറെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടിയുടെ കൊച്ചു സമർപ്പണത്തിലൂടെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഒരരുവി ഒരു ഭവനത്തിലേക്ക് തുറന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കൊച്ചു കൊച്ചു സമർപ്പണങ്ങളിലൂടെ കൃപയുടെ വലിയ അരുവികൾ തുറക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജോലിസ്ഥലങ്ങളിലേക്ക്, നമ്മളുടെ നാട്ടിലേക്ക്, നമ്മളുടെ വരാൻ പോകുന്ന തലമുറകളിലേക്ക്. കൊച്ചു സമർപ്പണങ്ങൾ നമുക്ക് നഷ്ടമായി തോന്നിയേക്കാം. പക്ഷേ അവയൊക്കെ ഉറപ്പായി അടിക്കുന്ന ലോട്ടറി ടിക്കറ്റുകളാണ്. 100 രൂപയ്ക്ക് നമ്മളൊന്ന് എടുക്കുമ്പോൾ 1 കോടി ഭവനങ്ങളിലേക്ക് വരികയാണ്. ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നിൻ്റെ ഓരോ കൊച്ചു സഹനവും അനന്ത മൂല്യമുള്ളതായി തീരുന്നു എന്ന് മറക്കാതിരിക്കാം. ഗോഡ് ബ്ലെസ് യു.